കുരുക്ഷേത്ര യുദ്ധസമയത്ത് ഞാൻ പാർത്ഥൻ്റെ സാരഥിയായി. എന്നാൽ ഈ യാത്രയിൽ പാർത്ഥൻ എൻ്റെ സാരഥിയാവട്ടെ എന്നും പറഞ്ഞു. അർജുനൻ തെളിച്ച തേരിൽ അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ദൂരം കുറെ കഴിഞ്ഞു. ഭൂമിയും ആകാശവും ലോകങ്ങളും എല്ലാം കഴിഞ്ഞു. അവസാനം കൂരിരുട്ടായി. അന്നേരം അർജുനന് ഭയമാകുകയും അതിനു പോംവഴിയായി ഭഗവാൻ സുദർശന ചക്രം വരുത്തി. സുദർശന ചക്രത്തിൻ്റെ പ്രഭയിൽ ഇരുട്ട് മാറുകയും അവർ വീണ്ടും യാത്ര തുടരുകയും ചെയ്തു. അവസാനം അവർ എത്തിച്ചേർന്നത് പാലാഴി നടുവിലായി ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന 7 ഗോപുരങ്ങളോട് കൂടിയുള്ള വൈകുണ്ഠത്തിലാണ്. അവിടെ അവർ ആദിശേഷനായ അനന്തനു കീഴെ ശ്രീദേവി ഭൂദേവി സമേതനായ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായി ശംഖുചക്ര ഗദാപത്മധാരിയായ ശ്രീഹരി വിഷ്ണുവിനെ കണ്ടു. അത്യന്ത അത്ഭുത ദർശനം. കൂടെ കാണാതാവുകയും മരിക്കുകയും ചെയ്ത ബ്രാഹ്മണന്റെ കുട്ടികൾ ഭഗവാന്റെയും ദേവിമാരുടെയും കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. നരനാരായണന്മാർ ഭഗവാനെ സാഷ്ടാംഗം വണങ്ങി ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിടയായ കാര്യം അർജുനന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അഹങ്കാരം ശമിച്ച അർജുനൻ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങി കുട്ടികളെയും കൊണ്ട് കൃഷ്ണന്റെയൊപ്പം ഭൂലോകത്തേക്ക് പോയി. അവിടെ ചെന്ന് ബ്രാഹ്മണന് 10 കുട്ടികളെയും കൊടുത്തു. ഇതെല്ലാം കണ്ട് സന്തോഷവാനായ ബ്രാഹ്മണൻ അർജുനനെ ആനന്ദാശ്രുക്കളാൽ അനുഗ്രഹിച്ചു. അങ്ങനെ വിഷ്ണു ഭഗവാന് നരനാരായണന്മാരെ ഒരുമിച്ച് കാണുവാനും കൃഷ്ണൻ അർജുനന്റെ അഹങ്കാരം മാറ്റാനും സാധിച്ചു. അത്യപൂർവ ഭാവമായാണ് ഭഗവാന്റെ സന്താനഗോപാല മൂർത്തിഭാവത്തെ വാഴ്ത്തുന്നത്. ശ്രീദേവി ഭൂദേവി സമേതനായ അനന്തശായിയായ ഭഗവാനെയും നരനാരായണന്മാരെയും ഒരുമിച്ച് കാണുന്നത് തന്നെ പുണ്യം. സന്താനഗോപാല മന്ത്രം: ഓം ദേവകീസുത വാസുദേവ ജഗത്പദേ ദേഹി മേ തനയം കൃഷ്ണ ത്വമഹം ശരണം ഗദാ. ഹരി ഓം.